Hello all, welcome to another video from AIIMS classroom. എല്ലാ വീഡിയോയിലും പല കുട്ടികളും പറയാറുള്ളത് ഞാനൊരു പ്രശ്നക്കാരനാണെന്നുള്ളതാണ്. പലതിന്റെയും പ്രശ്നങ്ങൾ അല്ലേ, ജെഇക്ക് നമുക്ക് ആവശ്യത്തിന് റാങ്ക് ഇല്ല, അല്ലെ നീറ്റിന് നമുക്ക് ആവശ്യത്തിന് നല്ല റാങ്ക് ഇല്ല, ഒരുപാട് കുട്ടികൾ എയിംസിൽ പോകുന്നില്ല, ഐഐടിയിൽ പോകുന്നില്ല, ജിപ്മറിൽ പോകുന്നില്ല, NITകളിൽ പോകുന്നില്ല, എത്തിപ്പെടുന്നില്ല, നമ്മുടെ കുട്ടികളുടെ മാത്സ് പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ സയൻസ് എഡ്യൂക്കേഷൻ പ്രശ്നമുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ടാണ് ഒരു പക്ഷേ പാരന്റ്സിനും കുട്ടികൾക്ക് തന്നെ പരിചയം. ഇതിനൊക്കെ പരിഹാരങ്ങൾ എടുത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനും കുറെ കാലമായിട്ട് ആലോചിക്കുന്ന ഒരു സംഭവമാണ്, എന്താണ് ഇപ്പൊ ഇതിനൊക്കെ പരിഹാരം. ഞാനും എപ്പോഴും പരിഹാരമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഇത്തരം എക്സാംസിനെ കുറിച്ചുള്ള അവയർനെസ്, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ കോഴ്സിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നേരത്തെ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ എന്റേതായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ടാക്കിയൊരു പരിഹാരത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണണം. തീർച്ചയായിട്ടും നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ, സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആവും. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ IIT പഠിച്ചിറങ്ങി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തും നമ്മുടെ മനസ്സിലുള്ള ഒരു ആലോചന എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കണം. എഡ്യൂക്കേഷനോട് പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ കേരളത്തിലെ കുട്ടികൾ ഇത്രത്തോളം ഇപ്പൊ JEE എക്സാമിനും അതേപോലെ തന്നെ നീറ്റിലൊരു ടോപ്പ് റാങ്ക്സിലൊക്കെ പിന്തള്ളപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. ഒന്ന് കോച്ചിങ് സെന്റേഴ്സ് ജനറലി നടത്തുന്ന ഒരു അപ്രോച്ചാണ്. എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുള്ള കോച്ചിങ് സെന്റേഴ്സ് നടത്തുന്ന ഒരു അപ്രോച്ച്? അവര് നേരെ തുടങ്ങുമ്പോൾ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചാ തുടങ്ങാം. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുറെ കുട്ടികളെ IITയിൽ എത്തിക്കാം, അല്ലെങ്കിൽ എയിംസിൽ എത്തിക്കാം. അത് എവിടെയെങ്കിലും എത്തോ? ഒരിക്കലും എത്തൂല. കാരണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേസ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് നേരെ ആദ്യം റിപ്പീറ്റേഴ്സ്, പിന്നെ 11th 12th, ഇങ്ങനെയാണ് ഒരു കോച്ചിങ് സെന്ററിന്റെ ലോജിക്ക് വർക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അവർക്ക് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കുക, അങ്ങനെയാണ് അവർക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. കാരണം ഒരു നീറ്റിന്ന് ഒരു ബോർഡ് വെച്ചൊരു പെട്ടിക്കടക്ക് മുമ്പിൽ വെച്ചാൽ ഇന്നൊരു 100 ആൾക്കാർ അവിടെ പോയി ചേരും, അവിടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ പോയി ചേരും എന്നുള്ളത് ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പോ ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഒരു ഇൻസ്റ്റന്റ് പരിഹാരം ഇതിനില്ല, ഒരു ലോങ് ടേം പരിഹാരമാണുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നേരത്തെ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ XandY ലേണിംഗ് എന്നുള്ള പേരിൽ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം, XandY ലേണിംഗ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്ത് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഇന്ന് ഇരിക്കുന്നത് XandYയുടെ ഓഫീസിൽ നിന്ന് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആലോചിച്ചെന്ന് വെച്ചാൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെങ്ങനെ നല്ലൊരു സയൻസ് മാത്സ് ബേസിക്സ് നൽകാം. ഓക്കെ, ഇതെങ്ങനെ കൂടുതൽ കുട്ടികളിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാം, ഇതാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ടീമിനെ ആദ്യം ബിൽഡ് ചെയ്തു. ടീമിന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവരും കാണൂല, എന്നാലും ചില ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചിതരായിരിക്കും. അപ്പൊ അതിൽ IITians ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, NITians ഉണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത ആളുകളെ, അവരൊക്കെ മിഷനിൽ കൺവിൻസ്ഡ് ആയ ആളുകളാണ്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ച്, അവരിൽ പല ആളുകളും പല ജോലി ഇട്ടറിന് പോകുന്നു, ഡോക്ടർമാർ പ്രാക്ടീസ് നിർത്തി അവർ ഈ ഒരു വിഷനുമായിട്ട് അവരിതിൽ മുന്നോട്ട് വന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഇത് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു അക്കാഡമിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്തത് കഴിഞ്ഞൊരു 10-15 വർഷത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിച്ചു. അത് വെച്ചിട്ട് ഒരു 8th 9th 10th കുട്ടിക്ക് ഏത് ലെവൽ വരെ പോകാൻ സാധിക്കും, അവന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ലെവലിന് അപ്പുറത്തോട്ട്, എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് 11th 12th എത്താതെ തന്നെ ഏത് ലെവൽ വരെ പോകാൻ പറ്റും എന്നുള്ള അത്തരം ക്വസ്റ്റ്യൻസ് ഫിൽട്ടർ ഔട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇപ്പോഴുള്ള അവർ CBSE ആവട്ടെ, സ്റ്റേറ്റ് സിലബസ് ആവട്ടെ പഠിക്കുന്നത് ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് മാപ്പ് ചെയ്തിട്ട് നമ്മൾ ബുക്സ് ക്രിയേറ്റ് ചെയ്തു. ആ ബുക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു, അതായത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഓൺലൈൻ പ്രോഗ്രാം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആശങ്കയാണ്. ഒന്നെന്താന്ന് വെച്ചാൽ ഒരു സൂം ക്ലാസ് നമുക്ക് ഓവറായി നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ 40 മിനിറ്റ് 50 മിനിറ്റിന്റെ ക്ലാസ് അല്ല, നേരെ മറിച്ച് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ചെറിയ വീഡിയോസ് ആക്കി തിരിച്ചു. ആ വീഡിയോസിന് ശേഷം അവർക്കൊരു അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ആ അസസ്മെന്റ് ക്വസ്റ്റ്യൻസിന് ശേഷം അവർക്ക് വീണ്ടും വീഡിയോസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പൺ സോഴ്സ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ഇന്ററാക്റ്റീവ് സിമുലേഷൻസ് മറ്റൊക്കെ കൊടുക്കുക. പിന്നെ ഒരു പ്രോപ്പർ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ലൈവ് ക്ലാസ്സസ്, ഇങ്ങനെ ഒരു ബ്ലെൻഡഡ് അപ്രോച്ച്, നമ്മൾ ഒരു വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിച്ചു. ഇതിനുള്ള നമ്മൾ നോക്കിയപ്പോൾ കണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു നമ്മുടെ നാട്ടിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ പരാജയമാവാൻ കാരണം അത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയിരുന്നില്ല, അതൊരു റിമോട്ട് എഡ്യൂക്കേഷൻ, ഒരു വിദൂര വിദ്യാഭ്യാസം പോലെ. അതായത് നമ്മൾ മറ്റേ ഇഗ്നോയിലൊക്കെ പോയി ഡിഗ്രി എടുക്കല്ലോ, അതേപോലെ ഒരു ഡിസ്റ്റന്റ് കോഴ്സ് പോലെയാണ് ആക്ച്വലി ഇത് ചെയ്തിരുന്നത്. വേണ്ടവർക്ക് ശ്രദ്ധിക്കാം, അല്ലാത്തവർ വേണ്ട. പക്ഷെ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നാൽ, അത് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല, ഹാർവാർഡോ സ്റ്റാൻഫോർഡ് MIT പോലുള്ള വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലുള്ള സിസ്റ്റമാണ്. അപ്പൊ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച്. അപ്പൊ കുട്ടികൾ തന്നെ പല ഡയമെൻഷനിൽ പഠിക്കാം. അവർക്ക്
ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും. അതിനുശേഷം അവരുടെ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇത് സിമുലേഷൻസ് ഉണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീക്ക്ലി 2 ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ലൈവ് സെഷൻസിൽ ടീച്ചേഴ്സായി വരിക ഈ IITSും ഡോക്ടേഴ്സും ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. പിന്നെ അവർക്ക് എക്സാംസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഓൾ അറൗണ്ട് സിസ്റ്റം. പിന്നെ ഇതിലൊരു മെയിൻ കീ എലമെന്റ് എന്നുള്ളത് മെന്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ലാക്കിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും ലാക്കിംഗ് ആയിട്ടുള്ള സംഭവം അതാണ്. അപ്പോൾ ഒരു മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ മെന്റേഴ്സായി നിയോഗിച്ച് അവർക്ക് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അസൈൻ ചെയ്ത് അവർ നിരന്തരം പാരൻസുമായിട്ടും കുട്ടികളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ പെർഫോമൻസ്, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മെന്റർഷിപ്പ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് റൺ ചെയ്യുന്നു. നമുക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റിനെ JEE 3rd റാങ്ക്, കേരളത്തിൽ JEE 3rd റാങ്ക് വാങ്ങി അമൻ റിഷൽ IIT ബോംബെയിൽ പഠിക്കുന്നു. സെക്കൻഡ് ബാച്ചിൽ 2 സ്റ്റുഡൻസ് NTSC സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്തു. എന്നിങ്ങനെ നല്ല റിസൾട്ട്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു ടീമിനെ ഇങ്ങനെ ബിൽഡ് ചെയ്യാനും കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകായോഗ്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിലെ കത്തിക്കുന്ന ക്ലാസ്സുകളല്ല കേട്ടോ. അതൊക്കെ നമുക്ക് വളരെ നേരത്തെ നമ്മൾ പറയാണ്. കാരണം ഒരു യൂട്യൂബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ അത് വേറൊരു ആർട്ടാണ്. അത് ഞാൻ മുമ്പ് വരെ വീഡിയോയിലും പറഞ്ഞ പോലെ ടീച്ചിങ്ങിന്റെ വേറൊരു ലെവലാണ്. അതിനപ്പുറം കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു വെൽക്കം കിറ്റ് ആണ്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ചെറിയ ഗിഫ്റ്റുകൾ, നമ്മുടെ ടീഷർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബഞ്ച് ഓഫ് ബുക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് ബുക്സ് എടുക്കാം. ഓക്കെ, ഇതിന്റെ കുറച്ച് ബുക്സ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിപ്പോ കയ്യിൽ കിട്ടിയിട്ടുള്ളതാ ഇത് മാത്തമാറ്റിക്സിന്റെ ഗ്രേഡ് 9 പാർട്ട് 2 ബുക്കാണ്. അതേപോലെ ഒരു പാർട്ട് 1 ബുക്ക് ഉണ്ട്. ഈ ബുക്ക് നമ്മൾ മറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഇത് കെമിസ്ട്രി ബുക്കാട്ടോ, മാത്സ് അല്ല. അപ്പോൾ ബുക്ക് മറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക, നമുക്ക് അവരുടെ സിലബസിലുള്ള പാഠങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ കാണാൻ സാധിക്കും. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തതിനു ശേഷം ആ ചാപ്റ്ററിന് സോൾവ്ഡ് എക്സാമ്പിൾസ് വേറെ കാണാൻ സാധിക്കും. ആ സോൾവ്ഡ് എക്സാമ്പിൾസ് കഴിഞ്ഞാൽ ഒരു വർക്ക് ബുക്ക്, ഈ വർക്ക് ബുക്കിനെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിങ്ങനെ 3 ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ലെവൽ 1, ലെവൽ 2, ലെവൽ 3ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലെവൽ 1 കുറച്ചും കൂടി സിംപ്ലർ ആയിരിക്കും. ലെവൽ 2 ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. അത് ലെവൽ 2 ഒക്കെ ചെയ്ത് കഴിയുന്നതോട് കൂടി തന്നെ കുട്ടി ഒരു സ്കൂൾ ലെവലിൽ വിട്ടു. ലെവൽ 3 കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി ഒരു ഒളിമ്പ്യാഡ് ലെവൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലോട്ട്, അല്ലെങ്കിൽ NTSC ലെവൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലോട്ട് കുട്ടി എത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. JEE NEET ലെവൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ലെവൽ 3 ആകുമ്പോഴേക്ക് ഒരു കംപ്ലീറ്റ് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കുട്ടി എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മാത്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാത്സിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്. അപ്പൊ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ മാത്സിൽ ഹൺഡ്രഡ്സ് ഓഫ് പ്രോബ്ലംസ് ഓരോ ചാപ്റ്ററിനും നമ്മൾ ഇതേപോലെ ഡിഫറെന്റ് ലെവൽസ് ആക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം മെട്രിസസ് എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. കേരള സിലബസിലെ സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മെട്രിസസ് പഠിക്കാനുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ മെട്രിസസ് ഒരു 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് മെട്രിസസിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് നമ്മൾ നൽകും. അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ കുറിച്ച്, കാൽക്കുലസിനെ കുറിച്ച്. ഇതൊക്കെ കുട്ടിക്ക് ചെയ്യാൻ പറ്റും, ഒരു നല്ല കുട്ടിക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ആക്ച്വലി JEE പോലത്തെ NEET പോലത്തെ എക്സാമിനൊക്കെ ടോപ്പ് റാങ്കിൽ എത്തിച്ചേരുക. ഓക്കെ, അപ്പോൾ ഇത്തരം ചാപ്റ്റേഴ്സ് ഒരു വേൾഡ് സ്റ്റാൻഡേർഡിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി, മെട്രിസസ് ഒക്കെ ഒരു 9ാം ക്ലാസ് തന്നെ പഠിക്കുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി 9ാം ക്ലാസ് തന്നെ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഫിസിക്സിനും ബയോളജിക്കും ഒക്കെ നമുക്ക് വർക്ക് ബുക്സും നമുക്ക് നോട്ട്സും ടെക്സ്റ്റ് ബുക്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സംഭവങ്ങൾ എല്ലാവർക്കും നമ്മുടെ കോഴ്സിനെ എൻറോൾ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ബോക്സ്, ഈ ഒരു അടിപൊളി ബോക്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബുക്സും സംഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് നൽകും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സസ് ആണ് എന്ത് ചെയ്യുക, നമ്മുടെ IITSും ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നൽകുക. അപ്പൊ ഡെയിലി ഒരു 20-30 മിനിറ്റ്സ് ആണ് ഒരു കുട്ടി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അതിൽ കൂടുതൽ വേണ്ടി വരില്ല. ഓക്കെ, 20-30 മിനിറ്റ്സിന്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ അതിന്റെ മേലെ ഇത് ചെയ്യുന്ന ഒരാൾക്ക് വേറെ ട്യൂഷന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതൊരു നോർമൽ ട്യൂഷന്റെ രീതിയിലുള്ള ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ
ഈ വർഷം നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരുപാട് കുട്ടികൾ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഓൾറെഡി എൻറോൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് പിൻഡ് കമന്റ്സിൽ അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് എൻക്വയറി ചെയ്യാൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോമിൽ ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നൽകാം കേട്ടോ. ഞങ്ങൾ വി വിൽ റീച്ച് ബാക്ക് ടു യു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു എന്താ പറയാ, നമ്മൾ വർഷങ്ങൾ എടുത്തിട്ടാണ് ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രത്തോളം റിസർച്ച് തോട്ട്സ് ഇതിന്റെ പിന്നിലോട്ട് നമുക്ക് പോയിട്ടുണ്ട്. അത്രത്തോളം ആളുകൾ ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട്സും ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ XandY ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, എല്ലാവരും ഇതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികൾ ഇന്ന് XandY ലേണിംഗിലാണ് ഉള്ളതെന്ന് എനിക്ക് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം കെയർ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു ലോങ് ടേം വിഷനാണ്. അപ്പോൾ 11th ശേഷം 12th ശേഷം റിപ്പീറ്റിംഗിലല്ല നിങ്ങൾ JEE NEET പോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇപ്പോൾ തന്നെ വളരെ ഈസി ഗോയിങ് ആയിട്ട് വളരെ എൻജോയബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് സാധിക്കുകയാണ് എന്ന് തെളിയിക്കുകയാണ് ആക്ച്വലി XandY ലേണിംഗിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു ഫ്രണ്ട്സിനെ അറിയിക്കണം. ഓക്കെ, സോ ഐ തോട്ട് ഐ വിൽ ഷെയർ ദിസ് ഇൻഫോ ത്രൂ മൈ യൂട്യൂബ് ചാനൽ. സാധാരണ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ 2-3 ബാച്ചായി. അപ്പോൾ സാധാരണ ഞാൻ പലപ്പോഴും നേരിട്ട് ഞാൻ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എന്താണ് വളരെ സന്തോഷത്തോടു കൂടി വന്ന ഈ റിസൾട്ട്സും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിന്റെ ഒരു എനോമസ് എമൗണ്ടും പറയാൻ എനിക്ക് ഒരു ധൈര്യവും ഒരു സന്തോഷമൊക്കെ തോന്നുന്നത് ഇപ്പോഴാണ്. കാരണം ആ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കുട്ടികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ എം ഹിയർ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു കുട്ടികൾ, നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ ഇൻഫർമേഷൻ താഴെയുള്ള ഗൂഗിൾ ലിങ്ക് വഴി ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.